സാറേ, അഫ്ഗാൻ്റെ മലനിരകൾക്കിടയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായുള്ള ഒരു ഇടനാഴി ചൈന പിടിച്ചു എന്ന് കേട്ടു. വാസ്തവം? അത് കുറച്ച് നാളായിട്ട് ചൈനയ്ക്ക് ഒരു ദശകമായിട്ട് താല്പര്യമുള്ളൊരു സ്ഥലമായിരുന്നു അത്. ചൈനയെ സംബന്ധിച്ച് ചൈനീസ് പട്ടാളത്തിനും സൈനിക വിന്യാസത്തിനുമൊക്കെ. കാരണം പാക് അധിനിവേശ കശ്മീരിലെ ദിൽജിത്ത് ബാൾട്ടിസ്ഥാൻ അതിനോടൊക്കെ അടുപ്പമുള്ളൊരു പ്രദേശമാണിത്. അപ്പം നമുക്കും ഭീഷണിയായിട്ടൊക്കെ വരുന്ന ഒരു പിടുത്തമാണിത്. വഖാൻ എന്ന് പറഞ്ഞ കോറിഡോർ, വഖാൻ ഇടനാഴി ആണ് പിടിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മലനിരകളിൽ ഒന്നിലാണ് ഈ വഖാൻ ഇടനാഴി. ബ്രിട്ടീഷ് ഇന്ത്യയും മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ ഈ അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ലങ്ക എല്ലാം വലിയ പ്രദേശമാണല്ലോ. ആ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയും റഷ്യയിലെ സാർ ഭരണകൂടവും സാർ ചക്രവർത്തിമാരുടെ അവർ തമ്മിൽ അത്യാവശ്യം അടിയൊക്കെ നടന്നിരുന്നതാണ് ഈ പ്രദേശത്തിനെ ചൊല്ലി ആ കാലത്ത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഇതൊരു വിദൂര മേഖലയാണിത്. പക്ഷേ ഈ ചൈനയെ സംബന്ധിച്ച് സിൻജിയാങ് ഉണ്ടല്ലോ, മുസ്ലിം മേഖല, ഇപ്പോൾ അവിടെ മോസ്കുകൾ മുഴുവൻ ഇടിച്ചു നിരത്തി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങോട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ഈ ഡ്രഗ് കള്ളക്കടത്ത്, മനുഷ്യക്കള്ളക്കടത്ത്, ഇതൊക്കെ ഈ വഖാൻ കോറിഡോർ വഴി സിൻജിയാങ്ങിലേക്ക് നടക്കുന്നു എന്നുള്ള പരാതി വളരെ കാലമായിട്ട് ചൈനയ്ക്കുണ്ട്. അപ്പോൾ ഈ പ്രദേശം ഇടനാഴി അങ്ങ് പിടിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിൻജിയാങ്ങിനെ അവർ ഒറ്റപ്പെടുത്തുകയാണ്. ഈ മുസ്ലിങ്ങളെയൊക്കെ അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ചൈനീസ് ഭരണകൂടം. എല്ലാവരും പിടിച്ച് തടവിലൊക്കെ ആക്കിയിട്ടുണ്ട്. അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുമാതിരി മോസ്കുകൾ മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ഉപഗ്രഹ ചിത്രങ്ങൾ വരാറുണ്ട് ഈ സിൻജിയാങ് പ്രദേശത്ത് നിന്ന്. അപ്പോൾ ഈ മുമ്പ് താലിബാനുമായിട്ടൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് തന്നേക്കൂ, എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് തരാം എന്നൊക്കെ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ഇപ്പം ചർച്ചയില്ലാതെ തന്നെ ഇപ്പോൾ അവിടെ അധിനിവേശം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ചൈനീസ് പട്ടാളമാണ് ആ പ്രദേശത്ത് കാണുന്നത്. ഇപ്പോൾ ഈ വഖാൻ ഇടനാഴിയിലെ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് 13 കിലോമീറ്റർ ആണ് വീതി. നമുക്ക് മറ്റേ സിലിഗുരി ഇടനാഴി ഉണ്ടല്ലോ, ഇതിന് കോഴിക്കഴുത്ത് എന്നാണ് പറയുക, ഇതിന് ചിക്കൻ നെക്ക്. നമ്മളും മറ്റേ സിലിഗുരി ഇടനാഴിക്കും പറയാറുണ്ടല്ലോ. ചില ഭാഗത്ത് കോഴിയുടെ വീതി കുറവാണ്. അതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശങ്ങളിലൊന്നാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ബദക്ഷൺ പ്രവിശ്യ, സാധാരണഗതിയിൽ അധികം ചർച്ച ചെയ്യാത്തൊരു പ്രവിശ്യയാണത്. അഫ്ഗാനിസ്ഥാനിലെ ബദക്ഷൺ പ്രവിശ്യയും സിൻജിയാങ്ങും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണിത്. ചൈനയിലെ സിൻജിയാങ്ങിനെ അഫ്ഗാനിസ്ഥാനിലെ ബദക്ഷൺ പ്രവിശ്യയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇടനാഴി, അതാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ താജിക്കിസ്ഥാനിലെ ഗോർണോ എന്ന് പറഞ്ഞ ഭാഗം താജിക്കിസ്ഥാനിലെ അതിനെ അതായത് താജിക്കിസ്ഥാനിലെ ഗോർണോ ബദക്ഷൺ സ്വയംഭരണ മേഖലയെ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺവ പ്രദേശത്ത് നിന്ന് വേർതിരിക്കുന്ന ഇടനാഴിയുമാണിത്. ഇതിൻ്റെ തെക്ക് വശത്താണ് പാക് അധിനിവേശ കശ്മീരിലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ. അപ്പോൾ നമ്മളും ജാഗ്രത പുലർത്തേണ്ട ഒരു അധിനിവേശമാണ് നടന്നിരിക്കുന്നത്. ഇതിന് ആകെ 350 കിലോമീറ്ററാണ് നീളം. ചെറിയ മേഖലയല്ല എന്നർത്ഥം. നീളം 350 കിലോമീറ്റർ, 13 ചില ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് കോഴിക്കഴുത്ത് 13 കിലോമീറ്റർ വീതി, ഏറ്റവും കൂടിയ വീതി 65 കിലോമീറ്റർ. അങ്ങനെയാണ് ഈ ഇടനാഴി കിടക്കുന്നത്. 10,300 ചതുരശ്ര കിലോമീറ്ററാണ് ആകെ വിസ്തൃതി. 15,000 പേര് ആ ഇടനാഴിയിൽ പല സ്ഥലത്തുമായിട്ട് താമസിക്കുന്നുണ്ട്. ജനസംഖ്യ 15,000. അപ്പോൾ ഇത് ചൈനയെ സംബന്ധിച്ചൊരു അധികാര ഇടനാഴി കൂടി ആകുന്നുണ്ട്. കാരണം പല സ്ഥലത്തേക്ക് പോകാനുമൊക്കെ ഇടനാഴി ഒരു സംഘർഷ സമയത്ത് സഹായിക്കും. ഒരു ദശകമായി ഇത് ആവശ്യപ്പെടുന്നുണ്ട് അഫ്ഗാനിസ്ഥാനോട് ചൈന.
പാകിസ്ഥാൻ എക്കണോമിക് കൊറിഡോർ ഉണ്ടല്ലോ, ഉണ്ട്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുണ്ട്. ആ ഇടനാഴിക്ക് $66 ബില്യൺ ചെലവാക്കുന്നത്. അതിനെ വഖാനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ചൈന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലേക്കും ഒരു വഴിയായി, സിൻജിയാങ് വഴി പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോറിനെ ഈ വഖാൻ, അഫ്ഗാനിസ്ഥാനിലെ വഖാൻ ഇടനാഴിയുമായിട്ട് കൂടി ബന്ധിപ്പിക്കാനാണ് ചൈന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ അവിടെ വരുന്നു അല്ലേ? അങ്ങനെ വരുന്നു. അപ്പോൾ പാകിസ്ഥാനായിട്ട് ബന്ധം, മറ്റേ POK ആയിട്ട് ബന്ധം അല്ലേ? അപ്പോൾ ചൈനയ്ക്ക് വളരെ നിർണായകമാണ്, ഭയങ്കര നിർണായകമായ ഒരു സ്ഥലമാണിത്. അപ്പോൾ മധ്യേഷ്യയുമായിട്ട് ബന്ധം നന്നായിട്ട് വരും, സെൻട്രൽ ഏഷ്യയുമായിട്ട്. പഴയ സിൽക്ക് റോഡ് ഉണ്ടല്ലോ, വാണിജ്യമൊക്കെ നടന്നിരുന്ന ചൈനയിൽ നിന്ന്, ആ സിൽക്ക് റോഡ് പുനരുജ്ജീവിപ്പിക്കാനും പറ്റും. അതും ലക്ഷ്യമാണ്. അത് ചൈനയെ മധ്യ പശ്ചിമ ഏഷ്യയുമായിട്ടും പിന്നീട് യൂറോപ്പുമായിട്ടും ബന്ധിപ്പിക്കും. ആ സിൽക്ക് റൂട്ടിൽ കൂടിയാണ് നേരത്തെ കച്ചവട സംഘങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്, സാതവാഹക സംഘങ്ങളൊക്കെ. 2011 താജിക്കിസ്ഥാൻ ഈ 1000 ചതുരശ്ര കിലോമീറ്റർ പാമീർ മലനിര വഖാനടുത്ത് ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വഖാനടുത്ത് താജിക്കിസ്ഥാനിലൊരു താവളം കൂടി, പട്ടാള താവളം ചൈനയ്ക്കുണ്ട്. എല്ലാം കൂടി ചേർന്ന് കലർന്നു വരുന്നൊരു മേഖലയാണിത്. താജിക്കിസ്ഥാൻ്റെ 1000 ചതുരശ്ര കിലോമീറ്റർ പാമീർ എന്ന് പറഞ്ഞ മലനിര ഈ വഖാൻ ഇടനാഴിക്കടുത്ത് ചൈനയ്ക്ക് താജിക്കിസ്ഥാൻ കൊടുത്തിട്ടുണ്ട്. താജിക്കിസ്ഥാൻ അങ്ങനെ ഒരു രാജ്യമാണല്ലോ, നമുക്കും അവിടെ താവളങ്ങളൊക്കെ തന്നിട്ടുണ്ട്, പട്ടാള താവളങ്ങൾ. കാരണം അങ്ങനെയൊക്കെയാണ് ആ ദരിദ്ര രാജ്യം നിലനിൽക്കുന്നത്. ഈ ഭാഗത്ത് ചൈനീസ് പട്ടാളം ഇപ്പോൾ അവിടെ ഉണ്ട്, ആ താവളത്തിൽ, താജിക്കിസ്ഥാനിൽ. ഓൾറെഡി ഇതിൻ്റെ അടുത്ത് ചൈനീസ് താവളവും പട്ടാളവും ഉണ്ട് ഇടനാഴിക്കടുത്ത്. വഖാനിൽ പട്ടാള താവളം വേണമെന്ന് കുറേ കാലമായിട്ട് ചൈന ആഗ്രഹിക്കുന്നുമുണ്ട്. അവിടെ കാബൂളിൽ ഈ അമേരിക്ക കാബൂളിൽ ഉണ്ടായിരുന്നിടത്തോളം ഇത് നടക്കില്ലായിരുന്നു ചൈനയ്ക്ക്. ഈ പ്രദേശം പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2021 അമേരിക്ക പോയല്ലോ, പോയി അഫ്ഗാൻ ഭരണകൂടം വന്നു. അപ്പോൾ ഈ ഇടനാഴി കൈവശപ്പെടുത്താം ചൈന ചിന്തിച്ചു. അമേരിക്ക പോയല്ലോ, ചിന്തിച്ചു. 2023 അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അമിർ ഖാൻ മത്തക്കി ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യിയെ കണ്ടിരുന്നു. രണ്ടുപേരും കൂടി കണ്ടത് ടിബറ്റിലാണ്. അപ്പോൾ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇതിങ്ങ് തന്നേക്കാമോ എന്ന് ചോദിച്ചിരുന്നു. കച്ചവടത്തിനായിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു വഖാൻ. താലിബാൻ അത് കഴിഞ്ഞിട്ട് ഈ BRI, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, ചൈനയുടെ പദ്ധതിയിൽ അംഗവുമായി. അത് കഴിഞ്ഞ് അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണെന്ന് തോന്നിയിരുന്നു. ഈ കഴിഞ്ഞ ഏപ്രിലിൽ 2 വിദേശകാര്യമന്ത്രിമാരും തമ്മിൽ ബെയ്ജിങ്ങിൽ കണ്ടു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയും വാങ് യിയും ചൈനയുടെ കണ്ടു. വഖാനിൽ നിന്നിട്ട് റോഡ് പണിയാൻ തുടങ്ങി ചൈന. ഓഗസ്റ്റിൽ അത്യാവശ്യം പണിയൊക്കെ തുടങ്ങി. ചൈനയുടെ സ്ഥാനപതി ഷാവോ സിംഗ് വഖാനിൽ സന്ദർശനം നടത്തി. ചൈനയുടെ അതിർത്തി വരെ റോഡ് പണിയും എന്നുള്ളതായിരുന്നു തീരുമാനം. ഈ ജനുവരി 14 കഴിഞ്ഞ ദിവസം, ജനുവരി 14 പഴയ അഫ്ഗാൻ MP, പഴയ അഫ്ഗാൻ വൈസ് പ്രസിഡന്റ് അമറുള്ള സാലെ പറഞ്ഞിട്ടുണ്ട്, 3 ചൈന ചാരന്മാർ, ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ വഖാനിലെത്തിയിരുന്നു. അദ്ദേഹം എക്സിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. വഖാനിലെത്തിയിരുന്നു. താലിബാനോട് ഈ റോഡിൻ്റെ പണി താലിബാൻ അവസാനിപ്പിക്കാനായിട്ട് ചൈന നിർദ്ദേശിച്ചു. നിങ്ങളിനി ഇത് പണിയണ്ട, ഞങ്ങൾ ഈ സ്ഥലം ഏറ്റെടുക്കുകയാണ് എന്ന് ചൈന പറഞ്ഞു. ഇങ്ങനെ സമാധാനപരമായിട്ടാണ് ഈ വഖാൻ ഇടനാഴി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ചൈന തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ തന്ത്രപരമായി തന്നെ പിടിച്ചെടുക്കുന്നു അല്ലേ? എന്നിട്ട് അവർക്ക് കൃത്യമായി കണക്ട് ചെയ്യേണ്ട സ്ഥലത്ത്, ഇപ്പോൾ പാക്ക് ചൈനീസ് ഇടനാഴി എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ടതാണ്. ആ എക്കണോമിക് കോറിഡോറിലേക്ക് കൊണ്ട് ഇതിനെ ഒരു കണക്ഷൻ പറ്റി. അപ്പോൾ അഫ്ഗാൻ ഇതിന് വലിയ പ്രയോജനമില്ല, ചൈന അത് ഇരട്ടി പ്രയോജനമാക്കി മാറ്റുന്നു. വളരെ പ്രയോജനമാണ്. കാരണം താജിക്കിസ്ഥാനിലെ ചൈനയുടെ താവളത്തിനോട് ചേർന്നാണ് ഇത് നിൽക്കുന്നത്.
പിന്നെ POKയിലെ അങ്ങോട്ട് ആക്സസ് ഉണ്ടാവും അല്ലേ? ആക്സസും ഒക്കെ. അപ്പോൾ ഭയങ്കര സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. 10 വർഷമായിട്ട് ഇത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉണ്ടായിരുന്നുകൊണ്ട് നടക്കാതെ പോയതാണ്. ഇപ്പോൾ നിങ്ങൾ പണിയണ്ട എന്ന് പറഞ്ഞിട്ട് അവരുടെ സേനയൊക്കെ വന്ന് അവിടെ നിലയുറപ്പിച്ചു. അഫ്ഗാനിസ്ഥാനോട്ട് അത് തടുക്കാനുള്ള പ്രതിരോധ ശേഷി അഫ്ഗാനിസ്ഥാൻ ഇല്ല. അപ്പോൾ ഇതിപ്പോൾ നടന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ, 4-5 ദിവസമേ ആയുള്ളൂ. പിന്നെ ചൈന പറയുന്നത് അതിൽ കൂടി ഡ്രഗ് അല്ലേ, മയക്കുമരുന്നൊക്കെ എടുത്ത് വേണ്ട, പിന്നെ മുസ്ലിങ്ങളും ഇങ്ങോട്ട് നുഴഞ്ഞു കയറ്റം വേണ്ട. പാകിസ്ഥാനും ഈ കാര്യത്തിൽ താല്പര്യമുണ്ട് ചൈനയുടെ കയ്യിൽ വരുന്നതിൽ. 2024 ഡിസംബർ 30 പാകിസ്ഥാൻ്റെ ചാരമേധാവി അസീം മാലിക് താജിക്കിസ്ഥാനിലൊരു മിന്നൽ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ ഈ ഇടനാഴിയിൽ പാകിസ്ഥാനും താല്പര്യം ഉണ്ട്. ചൈനയുടെ കൂടെയാണല്ലോ പിന്നെ പാകിസ്ഥാൻ ഉള്ളത്. അഫ്ഗാനിസ്ഥാന് പ്രതിരോധിക്കാനാവില്ല. അപ്പോൾ ബലത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ശാന്തമായി അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇടനാഴി ചൈന പിടിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.